നമ്മളെ മുള്ളി വഴി ഊട്ടി കേട്ടിട്ടില്ലേ? അതായത് മുള്ളി റോഡ് തുറന്നിക്കാണ്. ഞാൻ നിലവിൽ ആ റൂട്ടിലാണുള്ളത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊട്ടിന്ന് മുള്ളിയിലേക്ക് പോകണം കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ബെൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹെയർ പിൻ ബെൻഡ് 1/43 ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 4 വർഷമായിട്ട് പൂട്ടിക്കിടക്കുന്ന ഒരു റോഡാണ്. അതായത് കേരളത്തുകാർക്ക് പ്രവേശനം ഇല്ലാതിരിക്കുന്ന ഒരു റോഡാട്ടോ. ആ റോഡിലേക്ക് ഇപ്പോൾ നമ്മൾ എൻട്രി ചെയ്ത് കാണാം. പിന്നെ ഈ ഒരു മുള്ളി റോഡിൻ്റെ വീഡിയോ ഞാനും റിയാസും ഉണ്ട് കേട്ടോ, ബാക്കിൽ റിയാസും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുള്ളി റോഡ് പൂട്ടിയൊന്നും കോടികൾ ചിലവാക്കി നമ്മൾ മണ്ണാർക്കാട് ഊട്ടി റോഡിന് വേണ്ടിയിട്ട് മുള്ളി റോഡ് പണിത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിനെ റെസ്പോൺസ് ചെയ്തതാണ് കേട്ടോ. പക്ഷെ നിലവിൽ അത് തുറന്നിട്ടൊന്നുമില്ല. അതായത് ഞാൻ പറയുന്നു വരുന്നത്, ഇവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. ആ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് 3 ദിവസത്തേക്കാണ് മുള്ളി റോഡ് തുറന്നിട്ടുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ 4 വർഷമായി അടച്ച ഒരു റോഡ് 3 ദിവസത്തേക്ക് തുറന്നു. ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ ആ സമയത്ത് ഊട്ടിയിൽ നിന്ന് തിരിച്ച് വരുമ്പോഴാണ് ഇത് അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പം നമ്മൾ ആ റോഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങണം കേട്ടോ. നമ്മളെ മുമ്പിലുള്ള ഈ വണ്ടിയൊക്കെ ഉണ്ടോ, ഇതെല്ലാം ഉത്സവത്തിന് വന്ന് മടങ്ങിപ്പോകുന്ന ആളുകളാട്ടോ. ശരിക്കുള്ള ഉത്സവം എന്ന് പറയുന്നത് നാളെയാണ്. റോഡിന്റെ അന്ന് 4 വർഷം മുന്നത്തെ റോഡല്ല, ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് അടക്കണ സമയത്തെ ഏറ്റവും ലാസ്റ്റ് ഞാൻ വരുമ്പോൾ ഇവിടെ റോഡ് പണി നടക്കുകയാണ്. ഇവിടെ ആനയുടെ സാന്നിധ്യം കൂടുതലാണ്. മറ്റത് ഈ ആനകളെല്ലാം കുറച്ച് അഗ്രസീവാണ്. അതായത് നമ്മളെ മുതുമലയിൽ കാണുന്ന ആന പോലെയല്ല എപ്പോഴെങ്കിലും. അതായത് വളരെ നാരോ റോഡാണ്. അതായത് ആനകൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ വണ്ടി വന്നാൽ മാറാനൊന്നും പറ്റാത്തൊരു സ്ഥിതി. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലുള്ള എന്തെങ്കിലും കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞാൽ, അതായത് ക്രാഷ് ആയാൽ കൂടി, വണ്ടികൾ തമ്മിലുള്ള ക്രാഷ് ആയാൽ കൂടി 40 കിലോമീറ്റർ അപ്പുറമുള്ള ഊട്ടിയോ 40 കിലോമീറ്റർ അപ്പുറത്തുള്ള ആനക്കട്ടിയൊക്കെയാണ് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ ഉണ്ടാവുക. അതായത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റൊരു കാര്യം, മൊബൈൽ റേഞ്ച് തീരെ ഈ ഒരു 25-30 കിലോമീറ്ററിൽ മൊബൈൽ റേഞ്ചും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം. ഇതൊക്കെ അനൗദ്യോഗികമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന്, ഈ ഒരു റൂട്ടിൽ 3 ഡാം ഉണ്ട്. ആ ഡാമിൻ്റെ ആവശ്യത്തിന്, അതായത് ഡാം നിർമ്മാണത്തിന് മെറ്റീരിയൽസ് കൊണ്ടുവരാൻ വേണ്ടി 1920-30 അങ്ങാണ്ടോ വെട്ടിയ ഒരു റോഡാണ്. അതായത് പ്യൂർലി ഇറിഗേഷൻ റോഡാണ് ഇത്. അപ്പം ആ റോഡിലൂടെ ഒരു പൊതുഗതാഗതം ഇവർ സമ്മതിക്കില്ല എന്നുള്ളതും അനൗദ്യോഗികമായിട്ട് കേൾക്കുന്ന മറ്റൊരു കാരണമാണ്. പക്ഷേ ഈ റോഡ് കൊട്ടിയടക്കലിലെ ഒരു ഇരട്ടത്താപ്പ് എന്താണെന്ന് വെച്ചാൽ, തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾക്ക് ഇതുവഴി എത്ര വേണമെങ്കിലും യാത്ര ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കോമഡി. അപ്പോൾ ഈ പറഞ്ഞതൊന്നും അവർക്ക് ബാധകമാകില്ല. ഈ കാഷ്വാലിറ്റി ആയാലും അപകടമായാലും ഫസ്റ്റ് എയ്ഡ് ആയാലും ഹോസ്പിറ്റലായാലും ഇൻ്റർനെറ്റ് ഇല്ലാത്തതൊന്നും അവർക്ക് ബാധകമാകില്ല എന്നുള്ളതാണ് നമ്മൾ മലയാളികൾ ചോദിക്കുന്ന ചോദ്യം. ഇപ്പം നിങ്ങൾ കിടക്കുന്ന ഒരു ബോർഡ് കണ്ടില്ലേ? ആ ബോർഡ് ഈ റോഡിൽ പലയിടത്തും ഹെയർ പിന്നിൻ്റെ സൂചനാ ബോർഡുകളാണ്. ഈ ബോർഡുകളെല്ലാം ആന ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ടാവും. ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് റോഡ് സൈൻ ബോർഡുകളെല്ലാം ആന നശിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ ഇനിയും കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കോത്തഗിരിയും അതുപോലെ മറ്റേ നമ്മളുടെ മസിനഗുഡിയൊക്കെ പോയി വന്ന വീഡിയോസ് ആയിരുന്നല്ലോ ഇതിൻ്റെ പ്രീവിയസ്. അതുകൊണ്ട് തന്നെ ഈ ലാൻഡ്സ്കേപ്പ് ഒന്നും ഞാൻ വല്ലാതെ എടുക്കാത്തത് അതുകൊണ്ടാണ് കേട്ടോ. ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യം പറയാ വെച്ചാൽ അടിപൊളിയാണ്. മാത്രമല്ല ഈ മലനിരകളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കാണാനായിട്ട് പറ്റണത് വലിയ ഭംഗി കേട്ടോ. മറ്റൊരു ബോർഡ് കേട്ടോ. ഞാനീ പറയുന്നതൊക്കെ തള്ളാന്ന് വിചാരിക്കുന്നുണ്ടാവും. കാരണം ഈ ബോർഡും ആനയും തമ്മിൽ എന്തത്ര ബന്ധം, അല്ലെങ്കിൽ ബോർഡിനോട് ആനക്ക് എന്തത്ര ദേഷ്യം എന്നൊക്കെ തോന്നുന്നുണ്ടാവും. ഒരിക്കലും ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു വാഹനമോ തട്ടുന്നതൊന്നും അല്ല ബോർഡ്. ആന വന്ന് തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ മറിച്ചിടുന്നത് തന്നെയാണ്. എങ്ങനെയാണെന്ന് എനിക്ക് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ വഴി ഒരു 5-6 തവണക്ക് അതിന് മുമ്പ് വന്നിട്ടുള്ളതാണ്. ഈ ഒരു പവർ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് സംസാരിക്കാനൊന്നും കഴിയില്ല, അത്രയും വലിയ സൗണ്ടാണ്. ഒരു 7-8 കൊല്ലം മുമ്പാണ് അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ളത്. മാത്രമല്ല അവിടുന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് ഈ ലൈനിലൂടെ പോകുമ്പോൾ ഈ ലൈനിലൊരു സൗണ്ട് ഉണ്ടാവും. അതായത് ഹൈ ടെൻഷൻ ലൈനാണ്. അതായത് അത്രയും പവർ കറണ്ടാണ് അതിലൂടെ പോകുന്നത്. അതുകൊണ്ട് ഒരു മൂളിച്ചെങ്ങനെ ആ ലൈനിൽ നിന്ന് കേൾക്കാനായിട്ട് പറ്റുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ബ്രിട്ടീഷുകാരാണ് ഈ റോഡ് ഉണ്ടാക്കി എന്നുള്ളത്. അന്നത്തെ കാലത്ത് കോൺക്രീറ്റോ കമ്പിയോ ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു പില്ലർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ. അതിനുശേഷം തന്നെ ഈ ഒരു പാലം ഒരു പക്ഷേ പകുതി വഴിയിൽ നിർത്തി വെച്ചിട്ടായിരിക്കും ഈ ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. 1920 കാലഘട്ടത്തിലാണെന്ന് ഉള്ളി ഇതിൻ്റെ ഒപ്പം ഓർക്കണം കേട്ടോ. ഞാനിപ്പോൾ ഊഹിച്ചൊരു കാര്യമാണ്, ഈ ഒരു റോഡ്, അതായത് നമ്മളുടെ മുള്ളി റോഡ് ഉണ്ടല്ലോ, മണ്ണാർക്കാട് ഊട്ടി റോഡ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതുവഴി 2 ടൂറിസ്റ്റ് ബസ് വന്നുള്ളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. സത്യം പറഞ്ഞാൽ ഞാനത് ഇപ്പോഴാണ് ചിന്തിച്ച്. ഒരിക്കലും ഒരു 2 ബസ്സിന് സൈഡ് കൊടുക്കാൻ പാകത്തിലുള്ള റോഡ് ഇതില്ല, നിലവിലില്ല.
അതായത് അതൊരു കാര്യം കേട്ടോ, ഒരിക്കലും അതായത് മണ്ണാർക്കാട് ഊട്ടി റോഡ് എന്നുള്ളത് പ്രാബല്യത്തിലാകാൻ പോകുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരിക്കലും സാധ്യമല്ല. പിന്നെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് അലോട്ട് അല്ലാത്ത രീതിയിൽ അത് പ്രാബല്യത്തിൽ വരുത്താനേ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ റോഡിന്റെ വീതി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഈ റോഡിന്റെ വീതി കൂട്ടുക എന്ന് പറഞ്ഞാൽ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക്കാണ്. കാരണം 100-150 മീറ്റർ താഴോട്ട് കൊക്കയാണ്. ഈ റോഡിൽ തമിഴ്നാടിന്റെ ബസ് സർവീസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ബസ് പോകില്ല എന്നല്ല, നിരന്തരം ടൂറിസ്റ്റ് ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ ഈ റോഡ് എന്തായാലും അട്ടർ ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു മണ്ണാർക്കാട് ഊട്ടി റോഡ് എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മളൊരു 100-200 കോടി രൂപയൊക്കെ ചിലവാക്കിയിട്ട് റോഡ് പണി തീർത്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നോക്കി നോക്ക്. അപ്പോൾ ഞാനിത് വീണ്ടും പറയേണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഉള്ള റിയാസ് ഉണ്ട്. റിയാസ് പറയണ ഓൾറെഡി ഇതിൽ ബസ്സൊക്കെ ഓടുന്നുണ്ട്, പിന്നെന്താന്ന് വെച്ചു. അപ്പോൾ ഒരു ബസ്സോ അല്ലെങ്കിൽ 2 ബസ്സോ ഈ റൂട്ടിൽ സർവീസിനൊന്നും പ്രശ്നമല്ല. നിരന്തരം 2 ട്രാവലർ വന്നു കഴിഞ്ഞാൽ പോലും ഇവിടെ ഒന്നും സൈഡ് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ്നാടും. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ കുറേ ഊരുകളൊക്കെ ഉണ്ട് കണ്ടോ. അതുപോലെ തെങ്ങും തോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാം കേരളമാണ് കേട്ടോ. ക്രോസ് ചെയ്യുമ്പോൾ വീണ്ടും താഴത്ത് പോയിട്ടാണ് എവിടെ? അതെ നമ്മള് കുറച്ച് ഒരു 1-2 കിലോമീറ്റർ കഴിഞ്ഞാൽ കേരളത്തിലേക്ക് കടക്കുകയായി. ഞാനീ പറയുന്നത് ഇതുവരെ ഈ റൂട്ടിൽ വരാത്തവരോ അല്ലെങ്കിൽ കാണാത്തവരോ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കേരളത്തിലേക്ക് കടന്നു കേട്ടോ. ഇവിടെ നല്ല ചെക്കിംഗ് ഉണ്ട്, പോലീസ് ബാരിക്കേഡൊക്കെ കണ്ടില്ലേ. 6 മണിയായിട്ടോ. നമ്മൾ ഔദ്യോഗികമായിട്ട് കേരളത്തിലേക്ക് കടന്നു. ഇനി വീഡിയോ ഓക്കെ. കേരളത്തിന്റെ ഒരു ചെക്ക് പോസ്റ്റ് കൂടെ തൊട്ടപ്പുറത്തുണ്ട്. അവിടെ മദ്രാസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ബോർഡറിൽ, മദ്രാസ് ബോർഡറിൽ നിന്ന്. ഇത് നമ്മളിവിടെ തുറന്നു നിറഞ്ഞു വന്ന ബൈക്കേഴ്സിനെയൊക്കെ കണ്ടോ, ഇഷ്ടംപോലെ ബൈക്കേഴ്സ് കേട്ടോ. പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ നമ്മളെ മുള്ളി റോഡ് കൂടെ ഒന്നുകൂടെ കാണിക്കാം. അതായത് നമ്മളുടെ മണ്ണാർക്കാട് ഊട്ടി റോഡ് ഒന്നുകൂടെ കാണിക്കാം. നല്ല രീതിയിൽ വെൽ മൈൻറ്റൈൻഡ് ആയിട്ടുള്ള റോഡാണ് കേട്ടോ. റോഡ് കണ്ടാൽ തന്നെ ഞെട്ടും. നമ്മൾ നിൽക്കുന്ന ഈ ഒരു റോഡില്ലേ, ഈ റോഡ് ഒരു മണ്ണ് റോഡാണ്. ഈ റോഡ് ഏകദേശം ഒരു 60-70 മീറ്റർ മാത്രമേ ഉള്ളൂ. ഇന്നും പണ്ടും ഇന്നും ഇങ്ങനെ തന്നെയാണ്. അതായത് ഇത് ഇവിടെ റോഡ് പണി നടത്താനോ അവന് ഇതൊന്ന് റെനോവേഷൻ ചെയ്യാനോ 2 സർക്കാരുകൾ കേട്ടോ, കേരള സർക്കാരോ തമിഴ്നാട് സർക്കാരോ ഇതുവരെ മുതിർന്നിട്ടില്ല. ഈ ഒരു 60 മീറ്റർ മാത്രം. 4 വർഷമായിട്ട് കൊട്ടി അടക്കപ്പെട്ട ഈ റോഡ് തുറന്നു എന്നറിഞ്ഞിട്ട് വന്ന വണ്ടികളാണ് ഇത് മാത്രമൊന്നുമല്ല കേട്ടോ. ഇന്നലെ മുതൽ ഇതിലൂടെ വണ്ടികൾ ഒഴുക്കാണ്. അപ്പോൾ ഈ ഒരു റോഡിനെ അല്ലെങ്കിൽ ഈ റൂട്ടിനെ എത്രമാത്രം ആളുകൾ ഈ സഞ്ചാരികൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. നേരെ മുമ്പിൽ കാണുന്ന ഒരു ബാരിക്കേഡ് കണ്ടില്ലേ, അത് തന്നെയാണ് കേരളത്തിൻ്റെ ബോർഡർ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലവിൽ ഒരു പക്ഷേ തമിഴ്നാട് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മണ്ണാർക്കാട് ഊട്ടി റോഡ് എന്ന് നമ്മൾ പറയുന്ന റോഡ്. അപ്പോൾ ഈ ഒരു റോഡും ഈ റോഡിലൂടെയൊക്കെ ഉള്ള വീഡിയോ ഞാനും റിയാസ് തന്നെ ചെയ്തതാണ്. യൂട്യൂബിലുണ്ട്. അത്യാവശ്യം വ്യൂസും അത്യാവശ്യം കമൻറ്റും ഒക്കെ ഉള്ള സംഭവം തന്നെയാണ് ആ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു റോഡിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാനോ ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ നമ്മളുടെ 4 വർഷമായിട്ട് അടച്ചിട്ട മുള്ളി റോഡിലൂടെ ഒരു ഭാഗ്യം കൊണ്ട് വീണ്ടും ഒരു യാത്ര ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. മറ്റൊരു വീഡിയോയിൽ കാണാം.